ഹായ് വ്യൂവേഴ്സ്, സ്വാഗതം. നമുക്ക് അതുപോലെ ഞാൻ എൻ്റെ വീഡിയോസിന് കിട്ടിയിട്ടുള്ള കമൻസൊക്കെ കണ്ടു, വളരെ ഉപകാരമുണ്ട്. അതെനിക്കൊരു ഇൻസ്പിറേഷനാണ് പുതിയ പുതിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഓൾ. അപ്പോൾ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ വോളിൻ്റെ ഒരു പുതിയൊരു ടൈപ്പാണ്. ഞാൻ നേരത്തെ വോൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ടൈപ്പൊക്കെ എങ്ങനെ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്ന എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നോക്കുക നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു 2-3 ടൈപ്പ് വോള് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വോൾ എടുത്തിട്ട് ഞാനിവിടെ എൻ്റെ ജെൻറിക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഈ ജെൻറിക് എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്ഷൻ ഞാനെടുത്തു. ഇപ്പോൾ 200 mm ഇതാണ് ഞാൻ എടുക്കുന്നത്. എനിക്കിപ്പോൾ 3 വോൾ ഉണ്ടാക്കണം. 3 വോളിൽ 3 വിട്ടിൽ ഉണ്ടാക്കണം, അതായത് 3 തിക്നെസ്സിൽ. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണ് ഈ വിൻഡോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രീവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് കിട്ടും, അതിൻ്റെ പ്രീവ്യൂ കിട്ടും. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, എനിക്ക് 3 ടൈപ്പ് വോളാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ എടുക്കേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു എനിക്ക് 200 mm തിക്കിലാണ് എനിക്ക് വോൾ വേണ്ടത്. ഇത് ജസ്റ്റ് തിക്നെസ് അല്ല ഞാൻ കൊടുക്കുന്നത്, ഇത് എൻ്റെ പേരാണ്, ആ വോളിൻ്റെ പേര്. അപ്പോൾ ഞാൻ 200 mm തിക്ക് വോൾ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തിട്ട് നമ്മൾ ആ തിക്നെസ് മെൻഷൻ ചെയ്യുന്ന എവിടെ, ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന ഇതിൽ പോയിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ. അപ്പോൾ ആ ബട്ടണിൽ 200 എന്ന് പറയുന്ന ഈ ഇത് തന്നെയാണ്, തിക്നെസ്സാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് 200 വോളിൻ്റെ 200 തിക്നെസ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ഷെയ്ഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കണ്ടോ, ഇവിടെ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി യെല്ലോ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു, അപ്ലൈ കൊടുത്തു, ഇവിടെ ഓക്കെ കൊടുത്തു, ഇവിടെയും ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്ക് വോള് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതാ കണ്ടോ, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത വോളാണ് 200 mm തിക്ക് ബേസിക് വോൾ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് 2 ലെവൽസ് ഉണ്ട്. ഞാൻ ലെവൽ 2-ലാണ് നിൽക്കുന്നത്. ഞാൻ ആ വോൾ എടുത്തിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തപ്പോൾ അതാ നമ്മൾ ആ യെല്ലോ കളറല്ലേ കൊടുത്തത്. നമ്മൾ എന്തുകൊണ്ട് വാള് യെല്ലോ കളർ ഇവിടെ വരുന്നില്ല? അതിനൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷെയ്ഡ് ഓൺ ആക്കുക. അതായത് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ഓൺ ആക്കി ഇടുക. അപ്പോൾ ആദ്യം ഷെയ്ഡ് നമ്മൾ ഓണാക്കി, എന്നിട്ട് നമ്മൾ ഇത് വരുന്നില്ല. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആ മീഡിയം കോഴ്സ് ഫൈൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ഫൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കളറ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ ഒരു വോള് ടൈപ്പ് വരച്ചത്. അപ്പം 200 mm. അടുത്ത ഞാനൊരു വോളിൻ്റെ ടൈപ്പ് എടുത്തു. എനിക്കത് 400 mm വോൾ വരയ്ക്കണം. ഞാൻ എഡിറ്റ് എടുത്തു. എന്നിട്ട് ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഇതെടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു 400 mm തിക്നെസ് വോളാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ ആ വോളിൻ്റെ പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്, തിക്നെസ് അല്ല. അപ്പോൾ ഓക്കെ കൊടുത്തു. ഞാൻ എന്നിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ എടുത്തു. നമ്മളത് വോളിന് തിക്നെസ് കൊടുക്കാൻ പോവാണ്. 400 mm തിക്നെസ് വേണമെന്ന് പറയണം. അപ്പോൾ 400 mm തിക്നെസ് നമ്മൾ കൊടുത്തു, ഓക്കെ കൊടുത്തു. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, ഈ ഒരു ഏരിയ അത് ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തുതരാം. അപ്പോൾ ഓക്കെ, 400 mm തിക്നെസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനൊരു മെറ്റീരിയൽ, നമ്മൾ നേരത്തെ എടുത്ത ഈ മെറ്റീരിയലാണ്, ഞാനൊരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് അതിനൊരു ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നു. അപ്പോൾ ഗ്രാഫിക് എന്ന് പറയുന്ന ടാബിൽ ഷെയ്ഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ വേറൊരു കളർ കൊടുക്കുന്നു. ഞാൻ ഗ്രീൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഓക്കെ കൊടുത്തു, ഇവിടെയും ഓക്കെ കൊടുത്തു. കുറേ ഓക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ വോൾ ഞാൻ വരയ്ക്കുകയാണ്. ബേസിക് വോൾ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വരച്ചു. ആ വോളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ 2 ടൈപ്പ് വോള് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫൗണ്ടേഷനൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയാം, ഒരു വോളിന് പുറത്ത് വേറൊരു വോളല്ലേ നമുക്ക് ചിലപ്പോൾ ഇത് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ 2 ടൈപ്പ് വോളുണ്ട്. എനിക്ക് അതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഒരുപോലെ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വോൾ എന്ന് പറയുന്ന ഈ ടൂൾ വീണ്ടും എടുത്തിട്ട് നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൻഡോയുടെ ഈ ടൈപ്പിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ സ്റ്റാക്ക്ഡ് വോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റാക്ക്ഡ് വോളിൽ ഒരു വോൾ ടൈപ്പ് അവർ ഡീഫോൾട്ടായിട്ട് തന്നിരിക്കും.
നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുക. എഡിറ്റ് ടൈപ്പ് നമ്മൾ പുതിയതായിട്ടൊരു വോൾ ഉണ്ടാക്കാൻ പോകും, ഒരു സ്റ്റാക്ക്ഡ് വോൾ ഉണ്ടാക്കാൻ പോകും. അതെ, ഇത് കണ്ടോ, അതിൻ്റെ പ്രീവ്യൂ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടൺ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു സ്റ്റാക്ക്ഡ് വോൾ 1 എന്ന് പറയുന്നതാണ് എൻ്റെ വോളിൻ്റെ പേര്. അപ്പോൾ ഞാനത് ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് മാറ്റമൊന്നുമില്ല, നമ്മുടെ 2 വോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഡിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വോളിൻ്റെ ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 ടൈപ്പ് നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ഇത് ടോപ്പ് വോളാണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പ് വോളിന്, അല്ലെങ്കിൽ ഞാനിത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കാര്യം കാണിച്ചു തരാം. ഡിലീറ്റ് ഓക്കെ. അപ്പോൾ എനിക്കിവിടെ ഒരു വോളിൻ്റെ ടൈപ്പ് എടുത്ത് കൊടുക്കണം. അത് നമ്മുടെ ആ മുകളിൽ വരേണ്ട വോള് 200 mm തിക്കിൻ്റെ വോളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 200 mm തിക്കിൻ്റെ വോള് എടുത്ത് മുകളിലോട്ട് കൊടുത്തു. കണ്ടോ, നമ്മുടെ വോള് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്ത ഒരു വോളിലൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? ഇൻസേർട്ട് കീ പ്രസ് ചെയ്യുക. ഇൻസേർട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത്തെ വോളിൻ്റെ ടൈപ്പ് എടുത്ത് കൊടുക്കുക. അതായത് രണ്ടാമത്തെ വോള് ഞാൻ ക്രിയേറ്റ് ചെയ്ത് 400 mm തിക്കിനായിരുന്നു. അപ്പോൾ ഞാൻ ആ 400 mm തിക്കിൻ്റെ വോൾ എടുത്ത് കൊടുക്കും. നമുക്ക് ഒരിക്കലും വോൾ ഇങ്ങനെയല്ല വരണ്ടേ, നമുക്കിത് താഴെയല്ലേ വരണ്ടേ. അപ്പോൾ നമ്മൾ ഈ 1 എന്ന് പറയുന്ന ഇതിൽ ചൂസ് ചെയ്തിട്ട് നമുക്കിത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. കണ്ടോ, നമ്മുടെ വോളിൻ്റെ നമ്മുടെ വോളിൻ്റെ 2 വോള് നമ്മൾ ക്രിയേറ്റ് ചെയ്ത 2 വോള് ഇപ്പോൾ അവിടെ കാണിച്ചു തന്നു. അത് ഒരു യെല്ലോയും ഒരു ഗ്രീനും. ഇനിയിപ്പോൾ നമുക്ക് ഈ വോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ആ ഗ്രീൻ വോളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എനിക്കൊരു 600 അല്ലെങ്കിൽ 800 മതി എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈറ്റ് പറഞ്ഞു കൊടുക്കാം. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് ഈ മുകളിലത്തെ വോളിൻ്റെ ഹൈറ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്കത് അവിടെ പോയി നമ്മുടെ വ്യൂവിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് 400 mm വോളിൻ്റെ തിക്നെസ് നമ്മൾ 400 mm വോളും പറഞ്ഞു, 200 mm വോളും പറഞ്ഞു. നമ്മൾ 2 ടൈപ്പ് ഉണ്ടാക്കി, അത് 2 ഇവിടോട്ട് വിളിച്ചു. ഇനിയിപ്പോൾ പുതിയതായിട്ട് വേറൊരു വോൾ വേണം എന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഇൻസേർട്ട് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് പുതിയൊരു ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു കൊടുക്കുക. എന്നിട്ട് അത് അപ്പോ ഡൗണോ എന്തുവാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എത്ര ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, അത് ഓക്കെ പറഞ്ഞു, ഇവിടെ ഓക്കെ പറഞ്ഞു. ഇനി നമ്മൾ വാളൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ, വോളെടുത്തു നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഇത് കണ്ടോ 2 വോളൂടെ നമുക്ക് ഒരുപോലെ നമുക്ക് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ 3D വ്യൂ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച 2 വോളാണിത്, 2 ടൈപ്പ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് കൊടുക്കുകയാണ്. ഷെയ്ഡ് കൊടുത്തു കഴിയുമ്പോൾ ഇത് കണ്ടോ നമ്മുടെ ആ 2 ടൈപ്പ് വോളും നമുക്കിവിടെ കിട്ടും. കണ്ടോ, ഒന്ന് ഇത് യെല്ലോ വോളും രണ്ടാമത്തേത് ഗ്രീൻ വോളും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 2 ടൈപ്പ്, നമുക്ക് എത്ര ടൈപ്പ് വേണമെങ്കിലും നമുക്കുണ്ടാക്കാം. ഇതിനെ പറയുന്ന പേരാണ് സ്റ്റാക്ക്ഡ് വോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. വോൾ എടുക്കുക, ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട എത്ര വോൾസ് ആണോ വേണ്ടത്, നമ്മൾ ആ ടൈപ്പ് എല്ലാം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിടുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വോളിൽ പോവുക. എന്നിട്ട് ഇവിടുന്ന് സ്റ്റാക്ക്ഡ് വോൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷനിൽ വന്നിട്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യുക? എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. എഡിറ്റ് ടൈപ്പ് കൊടുത്തിട്ട് പുതിയൊരു പേരിൽ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുക. എന്നിട്ട് ഓക്കെ ചെയ്യുക. എന്നിട്ട് എഡിറ്റിനകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ ടൈപ്സ് എല്ലാം നമുക്ക് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെയാണ് സ്റ്റാക്ക്ഡ് വോൾ എന്ന് പറയുന്നത്. നിങ്ങൾ എന്നിട്ട് വരച്ച് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഫൗണ്ടേഷനും ബൗണ്ടറി വോളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എൻ്റെ വീഡിയോസ് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.